സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടങ്ങളിൽ കുരുതിക്കളങ്ങളാവുകയാണ് സഞ്ചാരപാതകൾ. ദിനവും കേൾക്കുന്നത് ദുരന്ത വാർത്തകൾ. ഗതാഗത വകുപ്പിന്റെയും പോലീസിന്റെയും അനാസ്ഥയാണ് കാൽനട യാത്രക്കാരുടെ ജീവൻ പോലും അപകടത്തിലാക്കുന്നത്. ഭീതിയോടെയല്ലാതെ ഇപ്പോൾ റോഡിലിറങ്ങാൻ കഴിയില്ല. ഏതു നിമിഷവും ഒരു സ്വകാര്യ ബസ് ചീറിപ്പാഞ്ഞു വന്ന് നമ്മളെ ഇടിച്ചു തെറിപ്പിക്കാം. പ്രത്യേകിച്ച് ഇരുചക്ര യാത്രക്കാരാണ് ഏറ്റവും കൂടുതൽ ഇരകൾ. കാൽനട യാത്രക്കാർക്കും തിരികെ വീട്ടിലെത്തുമെന്ന് ഉറപ്പുവേണ്ട. റോഡിലിറങ്ങുന്നവർ അപകട മുനമ്പിലാണ്. സ്വകാര്യ ബസ്സുകൾ അപകടം വരുത്താത്ത ഒരൊറ്റ ദിനങ്ങൾ പോലും കടന്നു പോകാറില്ല. മത്സരയോട്ടത്തിനിടെ മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്തവരാണ് പ്രബല വിഭാഗം സ്വകാര്യ ബസ് ഡ്രൈവർമാർ. ആരെ കൊന്നായാലും യഥാസ്ഥാനത്തെത്തുക. റോഡിലുള്ള ചെറുവാഹനങ്ങളെയോ കാൽനട യാത്രക്കാരെയോ ബസ് ഡ്രൈവർമാർ ശ്രദ്ധിക്കാറേയില്ല എന്നതാണ് വസ്തുത. ഒരു കുറഞ്ഞ കാലത്തിന് ശേഷം ജില്ലയുടെ പല ഭാഗങ്ങളിലും വീണ്ടും ബസ്സുകളുടെ അമിത വേഗതയും അതുമൂലമുള്ള അപകടങ്ങളും വർദ്ധിച്ചു വരികയാണ്. ഇത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ബസ്സുകളുടെ അമിത വേഗത നിയന്ത്രിക്കാനും ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനുമുള്ള തീരുമാനങ്ങളും നടപടികളും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ലെങ്കിൽ KSUവും യൂത്ത് കോൺഗ്രസും ഉൾപ്പെടെയുള്ള സംഘടനകൾ ബസ്സുകൾ തടയാൻ തയ്യാറാവും. ബസ്സുകൾ തടയുകയും റോഡിൽ സംഘർഷങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അത് ആവർത്തിക്കാതിരിക്കാൻ അടിയന്തരമായി നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. പിറകിലെത്തി നിർത്താതെ ഹോൺ മുഴക്കുന്നതോടെ പരിഭ്രാന്തരായി അപകടത്തിൽപ്പെടുന്ന ഇരുചക്ര യാത്രക്കാരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. നടപടിയെടുക്കേണ്ട അധികൃതർ കണ്ണടയ്ക്കുമ്പോൾ തൽഫലമായി മനുഷ്യജീവനുകൾ പൊലിയുന്നു. അംഗഭംഗം വന്ന് ദുരിതം പേറേണ്ടി വരുന്നവരിലും സാധാരണക്കാരാണ് അധികവും. മാസപ്പടിയുടെ കനമനുസരിച്ച് മത്സരയോട്ടത്തിന് മൗനാനുവാദം നൽകുന്ന ഗതാഗത വകുപ്പ് അധികൃതരെയാണ് മനുഷ്യക്കുരുതിയിൽ ഒന്നാം പ്രതിയാക്കേണ്ടത്. അമൃത ന്യൂസ്, കോഴിക്കോട്.